ഹായ് ഹലോ സിനിമ പ്രാന്തനിൽ ഇന്ന് കൂടിയുള്ളത് ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയാണ്. വെൽക്കം ചെയ്യാം. വെൽക്കം സിനിമ പ്രാന്തൻ. എത്ര നമ്മുടെ പരിപാടി വർക്കൗട്ട് ആവാതെ പോയി. അവിടെ നമ്മൾ ഇരുന്നു, OTT എത്തിപ്പോൾ ഹിറ്റ് അടിച്ചു. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. സൈജോട്ടിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് അത് കേട്ടപ്പോൾ വിഷമമായിരുന്നു. എനിക്ക് പോലെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഓടിയായിരുന്നല്ലേ തിയേറ്ററിൽ വെച്ചിട്ട് അത് വേണ്ടാന്ന് തോന്നി, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ വഴിപാട് എന്നൊക്കെ പറയുമ്പോൾ ദൈവമല്ലല്ലോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവിടുത്തെ ആരാണ്ടൊക്കെ തീരുമാനിച്ച് എന്തൊക്കെയാ ചെയ്യുന്നു, പൈസ കൊടുത്ത് നമ്മൾ പോയിരുന്നു. ഞാൻ എപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ചാലും സിനിമ ആവുക, സിനിമാക്കാരനാവുക. അതിപ്പോൾ ഡയറക്ടർ എന്നൊന്നുമില്ല, സിനിമ നടനാവണം, എഴുതുന്ന ആളാവണം. ഇതൊക്കെ ആരാണ് ഈ സിനിമയുടെ മെയിൻ എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ അറിയില്ലല്ലോ. നമ്മുടെ മനസ്സിൽ നായകന്മാരാണ് ആദ്യം. അപ്പം ആദ്യം അതിൽ ശരി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് പോകുന്നു. സുഖമായിട്ടിരിക്കുന്നു. പടമൊക്കെ ആഫ്റ്റർ ഒരു OTT റിലീസ് വന്നതിന് ശേഷം എല്ലാവരും ഹാപ്പിയാണ്. അതിന് മുമ്പായിരുന്നൊരു പേടി ഉണ്ടായിരുന്നൊരു സങ്കടത്തിലൊക്കെ നിന്നിരുന്ന ടൈം തിയേറ്റർ റിലീസ് ടൈമിലായിരുന്നു. ആഫ്റ്റർ OTT റിലീസ് ഇപ്പോൾ സാറ്റലൈറ്റ് TV-യിൽ ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ വീക്കിൽ. അപ്പോൾ വളരെ ഹാപ്പിയാണ്. തന്നെയാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറയുന്നത്. OTT-യിലൊരു വിജയ വിപ്ലവമൊക്കെ തീർത്തിട്ട് അതിനെ കെട്ടടങ്ങാതിരിക്കുകയാണ് ഇപ്പോഴും ഭരതനാട്യം. എനിക്ക് തോന്നുന്നു ഒരു ഡയറക്ടറിൻ്റെ വീട്ടിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ശരിക്കും പ്രതീക്ഷയിൽ നിന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ളൊരു നിരാശ, ചെറിയൊരു വിഷമം, അതിൽ നിന്ന് വീണ്ടും അപ്രതീക്ഷിതമായിട്ട് വന്നിട്ടുള്ളൊരു വിജയം. ശരിക്കും എനിക്ക് നോക്കിക്കാണുമ്പോൾ ഭരതനാട്യത്തിനെ ഒരു ഡയറക്ടറിൻ്റെ വ്യൂവിൽ അങ്ങനെയായിരിക്കും തോന്നുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ആ ഒരു പാക്കപ്പിന് ശേഷം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ ഇപ്പോൾ തോന്നുന്നത് എന്തൊക്കെയാണ് ശരിക്കും? അതെ, ആക്ച്വലി ഇപ്പോൾ ഒറ്റ സിനിമയിൽ നിന്ന് തന്നെ രണ്ട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഒരു ഫ്ലോപ്പായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആളുകളുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക എന്നുള്ളതും, ഹിറ്റായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക. കാരണം ഇപ്പോൾ ഈ OTT എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് നമുക്ക് കിട്ടിയൊരു ലക്ക് അതാണ്. അപ്പോൾ തിയേറ്ററിൽ നമ്മുടെ പരിപാടി വർക്കൗട്ട് ആവാതെ പോയി. അവിടെ നമ്മൾ ഇരുന്നു, OTT എത്തിപ്പോൾ ഹിറ്റ് അടിച്ചു. അപ്പോൾ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ OTT-യിൽ വന്നിട്ട് ഇതിന് മുമ്പും വിജയിച്ച കുറേ സിനിമ, ഇപ്പോൾ ഹോം ആയാല്, 12th ഫെയിൽ, അങ്ങോട്ട് പോവുകയാണെങ്കിലും നമുക്ക് പറയാനുണ്ട് ലവ് ലേഡീസ് ഒക്കെ. അപ്പോൾ ഇത് എന്തൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു OTT-യിൽ ഇതടിക്കും, അങ്ങനെ ചാൻസ് ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷ ഒട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്ന തിയേറ്ററിലായിരുന്നു. ഫാമിലി ഓഡിയൻസ് വന്ന് ഒരു വേർഡ് ഓഫ് മൗത്ത് കിട്ടിക്കഴിഞ്ഞാൽ കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പല പ്രശ്നങ്ങളും നടക്കുന്നു, ഇൻഡസ്ട്രിയിൽ നടക്കുന്നു എന്നുള്ളതുകൊണ്ടൊക്കെ ആളുകളുടെ അറ്റൻഷൻ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പലരും അത് പരാതിയായിട്ട് പറഞ്ഞിരുന്നു മാർക്കറ്റിംഗ് മോശമായിരുന്നു എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഒരു നമ്മുടെ സിനിമ ഒരു മീഡിയം സിനിമയാണ്. അപ്പോൾ അതിന് പറ്റാവുന്നതിൻ്റെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങോട്ട് നോക്കണമല്ലോ ഒക്കെ, നമ്മൾ എന്ത് ചെയ്തിട്ടും നോക്കിയാലല്ലേ കാണുള്ളൂ. അപ്പോൾ അവരുടെ ശ്രദ്ധ മുഴുവൻ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്ന ഒരു ഫേസ് ആയിരുന്നു അത് സിനിമയുടെ. അപ്പോൾ അന്ന് ഇതെല്ലാം കയ്യിൽ നിന്ന് നമ്മുടെ പോയി, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തം. നമ്മൾ നല്ല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്, പക്ഷെ അത് ടിക്കറ്റ്സ് കൺവേർട്ട് ആവുന്നില്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി നമുക്ക് ഒരു പിടുത്തമില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം നമുക്ക് മോശം അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇതാണ് സിനിമയുടെ വിധി എന്ന് കരുതായിരുന്നു. പക്ഷേ എല്ലാവരും കണ്ടവരൊക്കെ നമുക്ക് നല്ല അഭിപ്രായം പറയുന്നത്. എന്തുകൊണ്ടാണ് കയറാത്തത് എന്നുള്ളത് ആർക്കും ഉത്തരവില്ല, നമുക്കും അറിയുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വീണോട് കൂടിയിട്ട് പിന്നെ അപ്പുറത്ത് കാരണം നമ്മൾ OTT-യിൽ പൊതുവെ ആൾക്കാരുള്ളത് OTT-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സിനിമയാണ് എന്നൊക്കെ കൊണ്ടുള്ള കാര്യം. നമ്മുടെ സിനിമ കുറേ പേരൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു നമ്മുടെ സിനിമ എന്നുള്ളത്. പിന്നെ ആര് വെയിറ്റ് ചെയ്യും? OTT-ലോട്ട് കാണാൻ വെയിറ്റ് ചെയ്ത ആൾക്കാരിരിക്കണ്ടേ. അപ്പം അവിടെ വന്ന് അവിടെ കിടക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം ഈ പറഞ്ഞ ഈ വെയിറ്റിങ്ങിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് അതിൽ ഈ സ്റ്റാർ കാസ്റ്റ് ഭയങ്കരമായിട്ട് ഒരു സ്റ്റാർസ് ഉണ്ടെങ്കിലാണ് ആ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു കുറേ സിനിമകളിൽ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അതിന് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റാറിനെ കൊണ്ടുപോയിടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ അതിന് വേണ്ടിയിട്ട് എന്നുള്ളത്. ഈ സിനിമയ്ക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വന്നു എന്ന് തോന്നില്ല. ഇപ്പോൾ കുറേ സിനിമകൾ അങ്ങനെ നല്ല കുറേ സിനിമകൾ നമ്മൾ സ്റ്റാർസ് ഇല്ല എന്നുള്ള പേരിൽ, ഇപ്പോൾ സ്റ്റാർസിൻ്റെ ഒരു നല്ല സ്റ്റോറി അല്ലെങ്കിൽ പോലും ഫസ്റ്റ് നമുക്ക് ഉറപ്പാണ് അതിന് ആൾ കയറും, പിന്നെ തൊട്ടേ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പുറത്ത് ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടെ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നുള്ളത്. അല്ല, എനിക്കത് പേഴ്സണലി ഒരിക്കലും തോന്നുന്നില്ല. അത് കാരണം ഞാനാണ് സൈജോട്ടിനെ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ടില്ല, ചേട്ടനെ പടം ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഈ പടത്തിൽ എൻ്റെ ഏറ്റവും വലിയ സ്റ്റാർ പുള്ളിയാണ്. അപ്പോൾ പിന്നെ എനിക്ക് തിയേറ്ററിൽ ഇതുപോലെ വർക്കൗട്ട് ആകുമ്പോൾ ഇതുപോലെ വേറെ സ്റ്റാർ ആയിരുന്നെങ്കിൽ എന്നുള്ള തോട്ട് എനിക്കൊരിക്കലും പോലും. സൈജോട്ടിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത് അത് കേട്ടപ്പോൾ വിഷമമായത്. എനിക്ക് പോലെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഓടിയായിരുന്നല്ലേ തിയേറ്ററിൽ വെച്ചപ്പോൾ അത് വേണ്ടായിരുന്നു തോന്നി, അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞു. കാരണം അത് കാരണം അങ്ങനെയല്ല, കാരണം ഈ പടത്തിലെ സ്റ്റാർ പുള്ളി തന്നെയാണ്. ഓഡിയൻസിന് അങ്ങനെ ഒരു ഭാവം
അത് ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. അവരുടെ ഈ പറഞ്ഞൊരു അറ്റൻഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഇവര് പ്രയോറിറ്റി കൊടുക്കുക വേറെ സിനിമകൾക്ക് ആയിരിക്കില്ല. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് എല്ലാവരും അങ്ങനെയാണ്, നമ്മളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആളുകൾ നോക്കും. ഇവരുടെ റെസ്പോൺസും ഇപ്പൊ പ്രേക്ഷകരിൽ നിന്നുള്ള റെസ്പോൺസ് തിയേറ്ററിൽ ഇറങ്ങിയ ശേഷവും OTT ഇറങ്ങിയ ശേഷം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിരുന്നു? പുതിയതായിട്ട് എന്തെങ്കിലും ആൾക്കാർ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ സിനിമയുടെ സ്റ്റോറി അങ്ങനെ അല്ലാണ്ട് OTT കണ്ടതിന് ശേഷം തിയേറ്ററിൽ നിന്ന് കണ്ട ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു തരണം? ഇല്ല, OTT വന്നതിന് വ്യത്യസ്തമായിട്ട് വന്നിട്ടില്ല. നമുക്ക് രണ്ടും നല്ല അഭിപ്രായങ്ങൾ തിയേറ്ററിൽ വന്നതിന് ശേഷം വളരെ കുറച്ച് അഭിപ്രായങ്ങൾ കിട്ടിയിരുന്നുള്ളൂ മാത്രം. തിയേറ്ററിൽ OTT എത്തിയപ്പോൾ ഒരുപാടായി. നമുക്ക് ഈ പറഞ്ഞ ഡെയിലി എനിക്കാണെങ്കിൽ ഇപ്പോൾ ഞാനും സൈജു ചേട്ടനും തോമസ് ചേട്ടൻ നമ്മുടെ പ്രൊഡ്യൂസർ, ഞങ്ങൾ 3 പേരും കൂടിയുള്ള ഗ്രൂപ്പുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്കും കിട്ടുന്ന റെസ്പോൺസുകളൊക്കെ ആ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് ഇങ്ങനെ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുകയെന്ന് നമുക്ക് രാവിലെ ഉറക്കത്തെ എണീറ്റ് കഴിഞ്ഞാൽ അതാണ് ആദ്യത്തെ ഒരു 2 മണിക്കൂർ ജോലി. വായിക്കുക, റെസ്പോണ്ട് ചെയ്യുക, തിരിച്ച്. സൈജു ചേട്ടൻ അങ്ങനെ തന്നെ, തോമസ് ചേട്ടൻ അങ്ങനെ തന്നെ. തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഒന്നുമില്ല, ഈ പടമൊക്കെ തിയേറ്ററിൽ ഓടുണ്ടോ, ആള് കയറുണ്ടോ, ഇതെന്തൊരു അനക്കില്ലാത്ത നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. തിയേറ്ററിൽ നമ്മൾ പ്രതീക്ഷിച്ച സംഭവം OTT ഇറങ്ങിയ ശേഷമാണ് നമുക്ക് കിട്ടിയത്. തിയേറ്ററിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെ അയച്ചു കൊടുത്ത് അവർ കണ്ട അഭിപ്രായം പറയല്ലോ. അതുപോലെ തന്നെയാണ് തിയേറ്ററിലൊന്നും നമ്മുടെ സുഹൃത്തുക്കൾ മാത്രം കാണുന്നു, അഭിപ്രായം പറയുന്നതല്ലാണ്ട് പുറത്തുനിന്നുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലെന്നല്ല, പക്ഷെ വളരെ കുറവായിരുന്നു. കൃഷ്ണദാസ് മുരളി എന്ന് പറയുന്ന ഒരു ഡയറക്ടറിലേക്ക് വരികയാണെങ്കിൽ അതാണ് ഒരു ആളുടെ ഇപ്പം റൈറ്ററും കൂടിയാണ്. അപ്പോൾ എല്ലാ ഡയറക്ടേഴ്സിനും ഉണ്ടാവില്ല നമ്മുടെ ആ സിനിമ. ചിലർ സിനിമ ചെയ്യാൻ ഇപ്പോൾ അതിക്കൊരു എൻട്രി, സിനിമ ഫീൽഡ് ഇൻഡസ്ട്രിക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടി സിനിമ ചെയ്യുന്നവരുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും ഒരു സിനിമ, പിന്നെ എൻ്റെ അടുത്ത പ്രൊജക്റ്റാണ് അടിപൊളി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അല്ലാതെ എൻ്റെ ഡെബ്യൂ തന്നെ അടിപൊളിയായിരിക്കണം, പ്രേക്ഷകർ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന ജോണറായിരിക്കണം, ഇന്ന ആളെ വെച്ചിട്ടായിരിക്കണം, ഇങ്ങനെയൊക്കെ ഒരു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഡയറക്ടർ എന്നുള്ള രീതിയിൽ? ഇല്ല, അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ട് എനിക്കില്ല, സിനിമകളിൽ വർക്ക് ചെയ്തിട്ടില്ല, എനിക്ക് സിനിമയിൽ അടുപ്പമുള്ളവരില്ല. അപ്പം നമുക്കൊക്കെ ഒരു സീറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു കഥ പറയാൻ പോകുമ്പോൾ ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും സീറ്റ് തരാൻ പോകുന്നത് സോക്കോൾ സ്റ്റാർസ് ആയിരിക്കില്ല. അവിടേക്ക് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പോലും പറ്റിയെന്ന് വരില്ല. ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പലയിടത്തും, അതൊന്നും വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. വേറെ സ്ക്രിപ്റ്റുകൾ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ കുറച്ചായി സ്ക്രിപ്റ്റുകളായിട്ട് നടക്കാൻ തുടങ്ങിയില്ല. അപ്പോൾ നമുക്ക് ഒരു റിയാലിറ്റി മനസ്സിലാവുന്ന ടൈം ഉണ്ടാവില്ല. തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞ പോലെ എൻ്റെ സിനിമ അങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ധാരണയിലേക്ക് നടക്കും. പോകെ മനസ്സിലാവും ഇതൊന്നും നടപടിയാവില്ല. നമുക്ക് സിനിമ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് റിയാലിറ്റി മനസ്സിലാക്കി മൂവ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഡിസ്കസ് ചെയ്യണം എന്നുള്ളൊരു സാധനം എനിക്ക് ഉണ്ടായിരുന്നു. അത് OTT റിലീസിന് ശേഷം അത് കിട്ടി. നമ്മുടെ പല ഡയലോഗ്സും ഇവർ പോസ്റ്റായിട്ട് ഇടുക, അപ്പോൾ കമൻറ്റ് സെക്ഷനിലപ്പോൾ നമ്മുടെ പടത്തിൽ ബാക്കി ഡയലോഗ്സ് എല്ലാവരും പറയുക എന്നൊക്കെ ഉള്ളൊരു കുറേ സാധനങ്ങൾ നമ്മൾ ഉന്നം വെച്ചതെല്ലാം കറക്റ്റായിട്ട് കൊണ്ട പോലെ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ പരിപാടികൾ ഉണ്ടായിരുന്നു, അത്ര ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതല്ലാതെ ഡ്രീം പ്രൊജക്റ്റ് ഉണ്ടോ? ഇല്ല, ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചെയ്യാൻ നോക്കുമ്പോൾ അത് കഴിഞ്ഞ് അപ്പുറത്തേക്ക്. ഇപ്പോൾ റൈറ്റർ ആണല്ലോ ഡയറക്ടർ, ആദ്യം ഈ കഥ എഴുതുന്ന സമയത്ത് വേറെ ആർക്കൊണ്ടെങ്കിലും ഡയറക്റ്റ് ചെയ്യാമെന്നുള്ള ഇതുണ്ടായിരുന്നു? എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ തന്നെ വേണമെന്നുണ്ടായിരുന്നു. അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളിത് അപ്രോച്ച് ചെയ്ത സമയത്ത്, പല പ്രൊഡക്ഷനിൽ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ഡയറക്ടർ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ക്രിപ്റ്റ് മാത്രമായിട്ടാണെങ്കിൽ വേണമെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ കഥ മാത്രമായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഡയറക്ഷൻ വേറെ. അപ്പോൾ അത് തയ്യാറായിരുന്നില്ല. അത് ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ കറക്റ്റ് അതുപോലെ തന്നെ വന്നാലേ. എനിക്കങ്ങനെ ആക്ച്വലി വേറൊരു ഡയറക്ടറെ കൊണ്ട് എഴുതാനോ അതൊന്നും അറിയില്ല. വേറൊരു സ്ക്രിപ്റ്റ് എടുത്ത് എനിക്ക് ഡയറക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. നമുക്ക് ഡയറക്റ്റ് ചെയ്യാനുള്ള സംഭവം ഞാൻ എഴുതാറുള്ളത്, അല്ലാതെ എൻ്റെ സ്ക്രിപ്റ്റ് വേറെ ആൾക്ക് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിക്കൊള്ളൊന്നുമില്ല. കാരണം കുറേയൊക്കെ എൻ്റെ മനസ്സിലുണ്ടാവുള്ളൂ, ഡയലോഗ്സ് ഉണ്ടാവും സ്ക്രിപ്റ്റിൽ എന്നല്ലാതെ ലൊക്കേഷൻ ഉണ്ടാവും എന്നല്ലാണ്ട് വേറെ കാര്യങ്ങളും ഡീറ്റെയിലിങ്ങൊന്നും അതിനകത്ത് ഉണ്ടാവില്ല, എൻ്റെ മനസ്സിലേ ഉണ്ടാവുള്ളൂ അത്. അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് പോലും ഉണ്ടാവില്ല. സിനിമയിൽ വർക്ക് ചെയ്യാൻ അങ്ങനെ കോൺഫിഡൻസ് എവിടുന്നാണ് കിട്ടുന്നത്? നമുക്ക് സിനിമയുടെ സബ്ജക്റ്റിലേക്ക് വരാം. നോർമലി കേട്ടിട്ടുണ്ടായിരിക്കും ആർക്കും ഈ സിനിമ ഇറങ്ങുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഡാർക്ക് ഹ്യൂമർ ആണ് സംഭവം. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈഫിൽ വരുമ്പോൾ ഇച്ചിരി നല്ല വിഷമമാവുന്നതും വേറെ ആളുടെ ലൈഫിൽ നമുക്ക് തമാശയായിട്ട് തോന്നുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സർക്കാസ്റ്റിക് ആണ്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥന മെഡിസിറ്റി ആയിട്ട് ആ ഒരു സംഭവമായാലും, പിന്നെ പുതിയ ആചാരങ്ങൾ വരുന്നത്, ഇപ്പം ആ ഒരു വീടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള അങ്ങനത്തെ ആചാരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ, അങ്ങനത്തെ എഴുതുമ്പോൾ ഒരു പേടി അല്ലെങ്കിൽ പേടി ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ അത് ആൾക്കാർ ഡിസ്കസ് ചെയ്യണമെന്ന് വിചാരിച്ച് എഴുതിയതായിരുന്നോ? എങ്ങനെയായിരുന്നു അത്? പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത് ഞാൻ പല കാര്യങ്ങളും ഹ്യൂമറസ് ആയിട്ടാണ് അപ്രോച്ച് ചെയ്യാറുള്ളത്. ഇപ്പോൾ നമ്മൾ തന്നെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടുത്തെ സ്പെഷ്യൽ വഴിപാട് എന്നൊക്കെ പറയുമ്പോൾ ദൈവമല്ലല്ലോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അവിടുത്തെ ആരാണ്ടൊക്കെ തീരുമാനിച്ച് എന്തൊക്കെയാ ചെയ്യുന്നു, പൈസ കൊടുത്ത് നമ്മൾ പോരുന്നു. അതല്ലാതെ അതിലൊന്നും അതൊക്കെ എനിക്ക് ഇച്ചിരി അതാണ് ഞാൻ
നമ്മുടെ പടത്തിൽ പുതിയ പൂജ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലുകളിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ മെനു എന്നും പറഞ്ഞ് ചെയ്യണവർ അതുപോലെ തന്നെ വഴിപാടും പല അമ്പലങ്ങളും ചെയ്യുന്നത് കാണാറുണ്ട്. അതിന്റെ അപ്പം അങ്ങനെ ചെയ്തൊന്നുമില്ല. ആളുകളത് പറയുന്നില്ല. ഇപ്പൊ നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ പേടിക്കുന്ന ഒരു സാധനമാണ് റിലീജിയൻ കൂടെ എന്താണെന്ന് അറിയാൻ ആ ഒരു സാധനം വരും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അങ്ങനെ ഡിസ്കഷൻ വരികയാണെങ്കിൽ വരട്ടെ എന്നുണ്ടോ ഞാൻ പറഞ്ഞു. ഡിസ്കസ് ചെയ്യണം എന്നുള്ള സംഭവം നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിന് മുമ്പ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ദൈവങ്ങളായിരുന്നു മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പേടിയൊന്നുമില്ല. അതിപ്പോ ഒരു പൊളിറ്റിക്സ് ആണ് ശരിക്കും ഇത് പറഞ്ഞത്. ആ ഡയറക്ടേഴ്സിന്റെ അടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഡിഫറെന്റ് ആണ്. നമുക്ക് പണ്ട് മുതലേ നമുക്ക് ഇന്ന ഒരു സിനിമ കാണുമ്പോൾ പറയാം ഇത് ഈ ഡയറക്ടറുടെ സിനിമയാന്ന് പറയാൻ പറ്റുന്ന ഇപ്പോൾ പ്രിയദർശൻ സത്യൻ അങ്ങനെ ഒരു ഇതുണ്ട് ജോണർ വരികയാണെങ്കിൽ. അപ്പോൾ എൻ്റെ ഒന്നും പലരും സിനിമ എടുക്കുന്ന പല ഇതിലാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ചിലർ ഇപ്പം ഞാൻ സിനിമ എടുക്കുന്നത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നവരുണ്ട്. പ്രേക്ഷകരുടെ പൾസ് അറിഞ്ഞിട്ട് അവർക്ക് എന്ത് വേണം നോക്കിയിട്ട് സിനിമ എടുക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ജോണറുകൾ നോക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ സച്ച് സാറൊക്കെ പണ്ട് പറഞ്ഞ പോലെ എന്തിനാണ് വെറുതെ ഒരു വിഷമം ബാക്കി വെക്കുന്നത് എന്ന് ചോദിച്ചിട്ട് അങ്ങനെ സിനിമ എടുക്കുന്നത്. ശരി, പൊളിറ്റിക്സ് പറയാൻ വേണ്ടി സിനിമ എടുക്കുന്നവരുണ്ട്. അങ്ങനെ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തിനാണ് എന്തൊക്കെയാണ് സിനിമയിൽ എന്തിനാണ് ഞാനൊരു സിനിമ എടുക്കുന്നത് തോന്നുകയാണെങ്കിൽ? അല്ല, അൾട്ടിമേറ്റ്ലി എന്റർടൈൻ ചെയ്യിക്കുക എന്നുള്ള മാത്രമേ ഉദ്ദേശമുള്ളൂ. ഇപ്പോൾ ഞാൻ പൊളിറ്റിക്സ് പറയാൻ സിനിമ എടുക്കുന്ന ആളെ അല്ല ഞാൻ. അങ്ങനെ ഭയങ്കര ഡ്രൈ പൊളിറ്റിക്സ് ആയിട്ടുള്ള സിനിമകൾ എനിക്ക് വർക്ക് ആവാറില്ല. ഇതിലെല്ലാത്തിനും എൻ്റർടൈൻമെൻറ്റ് സ്വഭാവം വെച്ചിട്ട് തന്നെ പോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോൾ വരുന്ന സിനിമകളിൽ അത് ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇതിലതുണ്ടായിരുന്നു എന്ന് മാത്രം. വേറെയും ഒരു സബ്ജക്റ്റ് ഉണ്ട്. അത് വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സബ്ജക്റ്റുകളൊക്കെ വേറെ തന്നെ ഇപ്പോൾ റോം കോമുണ്ട്, ആക്ഷൻ പരിപാടികൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കെല്ലാം എനിക്കിഷ്ടമുള്ള ഏരിയാസൊക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ഒരു സറ്റയർ പൊളിറ്റിക്സ് മാത്രം പറയുക എന്നുള്ള പ്ലാനില്ല. എല്ലാ ജോണറും ഉണ്ട്. ഫേവറേറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ ഒരു ജോണറാണ് കാണാനാണെങ്കിലും? എനിക്ക് പല ടൈപ്പ് ഓഫ് ഹ്യൂമേഴ്സ് ചെയ്താൽ ഹ്യൂമറിന് തന്നെ പലതുണ്ട്. ഇപ്പോൾ സറ്റയറിക്കലാണെങ്കിലും ഫാൻറ്റസി ആണെങ്കിലും ഫീൽ ഗുഡ് ആണെങ്കിലും ഒക്കെ ഒരു ഡാർക്ക് ഹ്യൂമർ പരിപാടി കുറേ കൂടെ വലിയ രീതിക്ക് ഇതിലൊക്കെ നമ്മൾ ഇച്ചിരി കൂടിയും ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. കാരണം ഫാമിലിയെ ടാർഗറ്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യാതെ പക്ക ഡാർക്കായിട്ടുള്ള ഹ്യൂമർ പരിപാടികൾ ചെയ്യണമെന്നുണ്ട്. പ്രോപ്പർ ആക്ഷൻ പടം ചെയ്യണമെന്നുണ്ട്. എല്ലാം ത്രില്ലറോ ഹോറോ അതൊന്നും നമ്മുടെ ഇതല്ല. ഓക്കെ, ഇപ്പോൾ അതിൽ അഭിനയിച്ചവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അവർ ട്വിൻസ് ആയിട്ടുള്ളത് അവർക്ക് ശരിക്കും ഞാൻ അവരുടെ ഫസ്റ്റത്തെ ഇന്റർവ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ കമന്റ് സെക്ഷനിൽ അയ്യോ ഇത് രണ്ടുപേരായിരുന്നു ഞങ്ങൾ വിചാരിച്ചു മറ്റേ ഡബിൾ റോൾ വന്നതായിരുന്നു എന്നുള്ള സംഭവം. ശരിക്കും അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് വീണ്ടും ഇവർ തന്നെ? അല്ല, നമുക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ പരിപാടികളിലൂടെ ഇത് കാണിക്കുക എന്നുള്ളത് വളരെ നാച്ചുറലായിട്ടായിരിക്കണം എല്ലാം പോകേണ്ടത് എന്നുള്ളതുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഒരാളെ വെച്ച് ഡബിൾ റോൾ ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടിൻ്റെ അല്ല, പക്ഷെ ഓഡിയൻസിന് കാണുമ്പോൾ അത്രയും ജെല്ലായിട്ട് കിടക്കണം സീനുകൾ എന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരാളോട് വെച്ച് 2 ഷോട്ടുകൾ മാത്രം വെച്ച് എസ്കേപ്പ് ആക്കുന്നൊരു പരിപാടിയാണല്ലോ. അപ്പോൾ അങ്ങനെ അല്ലാതെ വളരെ നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഫീൽ ചെയ്യണം എന്നുള്ളതുകൊണ്ട് നമുക്കത് പെർഫോം ചെയ്യിപ്പിക്കണം അങ്ങനെ എന്നുള്ളത്. രണ്ടും എന്തൊക്കെ ട്വിൻസ് ആണെന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. അതങ്ങനെ കിട്ടുകയും വേണം. അല്ലെങ്കിൽ ഇത് ഒരാൾ തന്നെ 2 ചെയ്ത് കഴിഞ്ഞാൽ രണ്ടും അതേപടി ഉണ്ടാവും. അപ്പം അതല്ലാണ്ട് ഇവർക്ക് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരെ ഡിഫറൻസ് മനസ്സിലാവും. ഇപ്പോൾ ജിനിൻ്റെയും ജിവിൻ്റെയും എനിക്ക് തിരിച്ചറിയാം, ഞങ്ങളുടെ ഒപ്പമുള്ളവർക്ക് തിരിച്ചറിയാം. അതുപോലെ നിങ്ങൾ 2 വട്ടം മടക്കേണ്ട നിൽക്കും മനസ്സിലാവുക അവരെ. അതുപോലൊക്കെ മനസ്സിലാവും. ഒരാളെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് ബുള്ളോട് അടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര സിനിമ കിടക്കും ഇതിൻ്റെ അകത്ത്. അത് വേണ്ടാന്ന് വെച്ചിട്ടായിരുന്നു ട്വിൻസിനെ. ഇവര് നമ്മളെ പിന്നെ ഇതില്ലേ വിചിത്രത്തിലുണ്ടായിരുന്നു. വിചിത്രം എന്ന സിനിമ ഉണ്ടായിരുന്നു. നമ്മുടെ പടത്തിന് വേറെ 2 പേരെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പ്രായത്തിൽ അഭിനയിക്കാൻ താല്പര്യമുള്ള ട്വിൻസിനെ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. നമ്മൾ പല ഈ ട്വിൻസിൻ്റെ ഒക്കെ അസോസിയേഷൻ ഉണ്ട്, അവിടെയൊക്കെ പോയി അന്വേഷിക്കലും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു. ട്വിൻസ് ഉണ്ട്, പക്ഷെ എല്ലാം ഒരു കുട്ടികളാണ്. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് പ്രായമുള്ളത്, അതല്ലെങ്കിൽ ഒരു 40+ ഏജിലുള്ളത്. ഈ ഒരു വയസ്സിൽ 20 to 30 ഇടയിൽ കിട്ടുന്ന ഒരു അഭിനയിക്കാൻ താല്പര്യമുള്ളൊരു ചീര ഉണ്ടായിരുന്നില്ല. അങ്ങനെ റീൽസൊക്കെ ചെയ്യുന്ന 2 പയ്യന്മാരെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് റീൽസെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ബാക്കി നമുക്ക് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിൽ 1 മാസം ട്രെയിനിങ് കൊടുത്ത് നോക്കിയിട്ടും പക്ഷേ അത് വർക്കൗട്ട് ആവണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ വിടുകയാണ് ചെയ്തത്. പിന്നെ ഷൂട്ടിൻ്റെ തലേതാണ് ഇവന്മാരെ കണ്ടിട്ടുണ്ട്. വേറൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സിനിമയുടെ ഡബിനെ പോയ സമയത്ത് ഇവരൊരു സീനിലാണ് പടത്തിൽ അഭിനയിച്ചത്. 3 വർഷം മുമ്പാണ്. ആ സിനിമ ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇവന്മാരുടെ ഫോട്ടോ കിട്ടിയപ്പോൾ ഇവന്മാർ ആ സിനിമയിൽ അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരൊറ്റ സീനാണെങ്കിൽ പോലും. അപ്പോൾ വേഗം വിളിക്കിയത്. പിന്നെ നമ്മുടെ 2-3 സീൻ ഇവരൊക്കെ ചെയ്യിപ്പിച്ചു കൊടുത്തു. അപ്പോൾ തീരുമാനിച്ചു ആരാ ഘോഷ് ചെയ്യണം, ആരാ ജയ് ഘോഷ് ചെയ്യണം തീരുമാനിച്ച് നേരെ അങ്ങ്
ഒക്കെ ശരിയാവുമായിരിക്കും എന്നുള്ള ഇതിലങ്ങ് എടുത്തോണ്ട് പോലെ ചെയ്ത് രണ്ടിനും. പക്ഷെ അവർ അടിപൊളിയായി. അവര് ക്ലിക്കായി അവർക്കൊരു ഒരു പേടിയും മടിയൊന്നും ഇല്ല എന്നുള്ളതാണ് പ്രധാന പോസിറ്റീവ്. ഞങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നി. ഇപ്പൊ നമ്മുടെ ഭരതനാട്യം ഇറങ്ങി ഇത്രയായി. അപ്പോൾ ഈ ഒരു ഒറ്റ ജേണിയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലോപ്പായാലും അതിൻ്റെ വിജയമായാലും ഒക്കെ ഫേസ് ചെയ്ത ഒരാളാണ്. അന്ന് കുറേ പഠിച്ചിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടാവും. അതും ഇപ്പോൾ സെൽഫ് റിയലൈസേഷൻ ഉണ്ടാവും, പ്രേക്ഷകരെ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും, സിനിമ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അതെന്തൊക്കെയാണ് ഇപ്പോൾ ഇതിന് ശേഷം മറ്റുള്ള ഒരു റിയലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അല്ല, പ്രേക്ഷകർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. പ്രേക്ഷകർ ഇതായിരിക്കും അവിടെ വർക്കാകുന്നത് എന്നൊക്കെയുള്ളൊരു അല്ല. ഓക്കെ, തിയേറ്ററിൽ അതൊക്കെ, അതല്ലാതെ നമ്മളിപ്പോൾ ഇത് തിയേറ്ററിൽ വിജയിക്കും എന്ന് ഉറപ്പിച്ചുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റില്ല. അത് ഏത് രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ പടത്തേക്കാൾ ബെറ്റർ 2 പടം വന്നു കഴിഞ്ഞാൽ അവർ അങ്ങോട്ടല്ലേ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ഷോർട്ട് ഹിറ്റ് ഫോർമുല വെച്ചിട്ട് ഇത് ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടോളൂ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് സിനിമ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ മറ്റു ചോദ്യം ഹിറ്റും ഫ്ലോപ്പും തമ്മിലെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവിടെ സക്സസിൻ്റെ ഒപ്പം ആൾക്കാർ ഉണ്ടാവുക എന്നുള്ള നമ്മൾ പണ്ടോടെ കേൾക്കുന്നതാണ്. ഐ മീൻ സിനിമ ചെയ്യുമ്പോഴോ ഇപ്പൊ ഇതോ ഇത്രയും പ്രശ്നമായിരുന്നു അല്ലെങ്കിൽ ഇത്രയും സുഖമായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനത്തെ പോസിബിലിറ്റീസ് ഉണ്ടോ സിനിമ, അങ്ങനെ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ. ആക്ച്വലി ഞാൻ നല്ല സൂചിച്ച് സിനിമ ചെയ്തിട്ടുള്ള ഈ ഭരതനാട്യം, അതിപ്പോൾ ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നാണെങ്കിലും നമ്മൾ കേട്ടിട്ടുള്ളൊരു സിനിമ ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതായിട്ടുള്ള പ്രഷറോ ബുദ്ധിമുട്ടോ അതൊന്നും എനിക്കിവിടെ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഒരു വലിയ പ്ലസ്സാണ്. അതിപ്പോൾ മെയിൻ പ്രൊഡക്ഷൻ സൈജുമായിട്ടും തോമസ് ആയിട്ടും നമുക്ക് തന്നിട്ടുള്ള സൗകര്യം ഉണ്ടായിരുന്നു. ഇൻ്റർഫറൻസ് ഉണ്ടായിരുന്നില്ല അവരുടെ ഭാഗത്ത് നിന്ന്, എവിടെയും ഉണ്ടായിരുന്നില്ല. നമ്മൾ വെച്ചപ്പോൾ ഇടയ്ക്ക് തോമസ് ആയിട്ടും ദുബായിൽ നിന്ന് വരും എന്നൊക്കെ ആദ്യമൊക്കെ വരുമ്പോൾ ഒരു പേടിയുണ്ടാവും. പുള്ളി ഇനി എത്ര ദിവസം ഷൂട്ട് ചെയ്തതെല്ലാം കണ്ടിട്ട് ഇനി അത് പറയും ഇത് പറയും എന്നുള്ളത് നമ്മളെ എന്താണോ എനിക്ക് തോന്നുന്നത് അതങ്ങനെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലെ പുള്ളിക്കാരി. അപ്പോൾ എവിടെയും ഒരു ഇതുണ്ടായിരുന്നില്ല. ആർട്ടിസ്റ്റുകളാണെന്നുണ്ടെങ്കിലും എല്ലാവരും ഓൺ ടൈമാണ്. ആരും എവിടെയും നമുക്കൊരു ആർട്ടിസ്റ്റിൻ്റെ ബുദ്ധിമുട്ട് കാരണം നമുക്ക് ഷൂട്ട് നമ്മൾ പ്ലാൻ ചെയ്തത് മാറിപ്പോയി, ചാർട്ട് പൊളി അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കുണ്ടായിരുന്ന ഒരു ടീം എന്ന് പറയുന്നത് ഇപ്പോൾ സാംസൺ എന്ന് പറയുന്ന നമ്മുടെ ചീഫ് ഉണ്ടായിരുന്നത്. സാംസൺ 10 വർഷമായിട്ട് സിനിമയുള്ളതാണ്. സാംസങ് എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് റൺ ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്നൊരു കാര്യമില്ല. എല്ലാവരെയും എന്തൊക്കെ പറഞ്ഞാലും ക്രിയേറ്റീവായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം മാനേജ് ചെയ്ത് പോവുക എന്ന് പറയുന്നൊരു പരിപാടി ചീഫാണല്ലോ ചെയ്തത്. സാംസങ് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് കൂടുതലുള്ള ഡയറക്ഷൻ ടീമാണെന്നുണ്ടെങ്കിലും കംഫർട്ട് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി ഫസ്റ്റ് പടം ഭയങ്കര സ്വിച്ച് ചെയ്തിട്ടുള്ളതാണ്. അല്ല, ഷോർട്ടംപേടാണ്. പക്ഷെ എനിക്കിവിടെ കാണിക്കേണ്ടി വന്നിട്ടില്ല. അത് നമ്മൾ ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യുമ്പോൾ കൂടെയുള്ളവർക്ക് അറിയാം പെട്ടെന്ന് പൊളിയുന്നുള്ളത്. പക്ഷെ ഇവിടെ ഈ ചീഫ് എന്ന് പറഞ്ഞ ആൾ നമുക്ക് കൂടെ റൈറ്റ് ഹാൻഡായിട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ആ ഏരിയാസൊക്കെ അവർ പിടിച്ചോളും. പിന്നെ എൻ്റെ തന്നെ ഫ്രണ്ട്സിലുള്ളൊരു ഏഡിയേറ്റ് ഉണ്ട്. അപ്പോൾ അവർക്ക് അറിയാം എനിക്ക് എവിടെയൊക്കെയാണ് പൊട്ടുക എന്നുള്ളതുകൊണ്ട് അവരതൊക്കെ സെയിം കാര്യം ഇത് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആസ് എ ഡയറക്ടർ എന്നുള്ളത് എനിക്ക് ഇത്രയൊക്കെ ഇങ്ങനത്തെ പോസിറ്റീവ് സംഭവങ്ങളുണ്ട് അല്ലെങ്കിൽ ഇത്രയും ഡ്രോബാക്ക് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു സിനിമ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇതിലിപ്പോൾ എനിക്ക് പ്രധാനമായിട്ട് അതിപ്പോൾ ഈ സിനിമയിൽ അത് വേണ്ടത് എനിക്ക് ദേഷ്യം എന്ന് പറയുന്നൊരു കാര്യം എനിക്ക് പേടിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് സിനിമ ഷൂട്ട് സമയത്ത് എന്താവും എന്നുള്ള ഓർത്തിട്ടുള്ളൊരു പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും വന്നില്ല, അവസരം വന്നില്ല എന്നുള്ളതാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് സിനിമയിലേക്ക് എത്തിയതാണ്. ഞാനിങ്ങനെ ഇൻ്റർവ്യൂ കണ്ടപ്പോണ്ടായിരുന്നു. സൈറ്റ് എഞ്ചിനീയറായി, പിന്നെ ലെക്ചറായി, അങ്ങനെ ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഇത്രയും ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ. ഈ കൊച്ചിക്ക് വരുന്ന ഒരു ജേണി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു കയറുന്നതിനും. അതുപോലെ ഇപ്പോൾ കൊച്ചിയിൽ നോക്കുകയാണെങ്കിൽ കൊച്ചിയിലായാലും പുറത്തായാലും ഒരുപാട് പേര് ഇതേപോലെ സിനിമാ മോഹം കൊണ്ട് നടക്കുന്നുണ്ട്. ഇത്രയും വന്നൊരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താണ് ശരിക്കും അവരോട് പറയാനുള്ളത്? അവർക്ക് സിനിമ എത്രത്തോളം അടുത്താണ്, എന്തൊക്കെയാണ് അവർ ഫേസ് ചെയ്യേണ്ടി വരിക? അല്ല, അത് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക, എവിടെയും സ്റ്റോപ്പ് ചെയ്യരുത്. ട്രൈ ചെയ്യുമ്പോൾ നേരത്തെ മുമ്പിലുണ്ടല്ലോ ക്ഷമ വേണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം. ക്ഷമ വേണം, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായി വരിക. ബാക്കി ടാലൻറ്റ് ഇച്ചിരി കുറവാണെങ്കിലും പോകുന്ന പോക്കിലത് വന്നോളും പിന്നാലെ. അല്ലാതെ ടാലൻറ്റ് മാത്രം കയ്യിൽ പിടിച്ചിട്ട് വർക്ക് ചെയ്യാതെ വീട്ടിൽ നിന്ന് നടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സിനിമയിലോട്ട് ശ്രമിക്കുന്ന സമയത്ത് സിനിമ ഫോക്കസ് ചെയ്ത് തന്നെ ഇറങ്ങേണ്ടി വരുന്നതാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. കാരണം നമുക്ക് വേറൊരു വർക്കിൻ്റെ കൂടെ ഇതിലോട്ടുള്ള ട്രൈ അങ്ങനെ, കാരണം ഇവിടെയൊക്കെ മീറ്റിങ്സും കേരള അപ്പോയിൻമെൻറ്റ്സും നമുക്ക് അവർ തരുന്നതാണല്ലോ. അത് പല സമയത്തും പല ദിവസങ്ങളിലായിരിക്കാം. നമ്മളത് സമയത്ത് വേറെ ജോലിയിലൊക്കെ എൻഗേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതൊന്നും നടന്നെന്ന് വരില്ല. നമ്മുടെ ഇത് കൂടി നീണ്ടുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനു വേണ്ടി കാത്തിരിക്കുക. ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വെറുതെ ഇരിപ്പായിട്ട് തോന്നും ചുറ്റുള്ളവർക്ക്. പക്ഷെ അത് വെറുതെ ഇരിപ്പല്ല ആക്ച്വലി. അത് ഇരിക്കുകയാണെന്ന് കാണുന്നവർക്ക് തോന്നുന്നത് നമ്മളതിനുവേണ്ടി നമ്മളൊരു സാധനം
സ്ക്രിപ്റ്റ് എഴുതി വെച്ച് ഇപ്പോൾ ഇങ്ങനെ പോകുന്നൊരു പടത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ കയ്യിൽ ബാഗിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. ആൾക്കാർക്ക് കാണുമ്പോൾ വീട്ടിലുള്ളവർക്ക് ചുറ്റിലൊക്കെ കാണുമ്പോൾ ഓരോ കഥ എഴുതി ഇറക്കുന്നുണ്ട്. പക്ഷെ അതാണ് നമ്മുടെ മെയിൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ള സാധനം. അതാണ് അത് ആൾക്കാരുടെ കണ്ണിൽ പെട്ടോളന്നില്ല. അത് എഴുതി വെച്ചാൽ വെറുതെ ഇരിക്കാന്ന് പറയാ. നമ്മൾ ആ ഒരു വെയിറ്റിങ്ങിനൊക്കെ വാല്യൂ ഉണ്ട്. അതാണ് കൊടുക്കാനുള്ള ഒരു ഓക്കെ. നമുക്ക് ആളിലേക്ക് വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ സിനിമ ഭയങ്കര ആഗ്രഹം കൊണ്ട് സിനിമയിലെത്തിയ ഒരാളാണ്. ശരിക്കും സിനിമ എങ്ങനെയാണ് ഇപ്പം കഥ എഴുതുന്നത് മാത്രമല്ല അല്ലാണ്ട് സിനിമയെ സമീപിക്കുന്നത്? എല്ലാ സിനിമകളും ഇറങ്ങുന്നത് പോയി കാണുന്ന ആളാണോ? ഭയങ്കര ഒരാളുടെ ഫാനാണോ? പിന്നെ സിനിമ പോസ്റ്റർ നോക്കി നിൽക്കുന്ന ആളാണോ? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന എങ്ങനെയാണ്? ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളല്ല. ഞാൻ വളരെ ചുരുക്കം പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളൂ. മാക്സിമം 10 പുസ്തകമൊക്കെ ഞാൻ വായിച്ചിട്ടുള്ളൂ. സിനിമകളെല്ലാം കാണുന്നത്, അതായത് എല്ലാ ഭാഷയില്ല. ഞാൻ സൗത്ത് ഇന്ത്യൻ മലയാളം തമിഴാണ് മെയിൻ. അതെല്ലാം ഈ പറഞ്ഞ പോലെ ഇറങ്ങുന്ന ദിവസം പോയി കാണുക. ദിവസം 2, 3, 4 പടങ്ങൾ കാണുന്നതിലും പ്രശ്നമൊന്നുമില്ല. അതെല്ലാം കാണും. അത് പോസ്റ്റേഴ്സ് നോക്കി നിൽക്കാറുണ്ട്. അതെല്ലാം ഉണ്ട്. പണ്ട് മുതലേ അതുണ്ട്. എനിക്ക് എപ്പോഴാണ് എനിക്കിപ്പോൾ സിനിമക്കാരനാവണമെന്ന് മനസ്സിലായിട്ടുള്ള ഒരു പോയിന്റ് എനിക്ക് ഓർമ്മയില്ല. ഞാൻ എപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആലോചിച്ചാലും സിനിമ ആവുക, സിനിമാക്കാരനാവുക. അതിപ്പോൾ ഡയറക്ടർ എന്നൊന്നുമില്ല. സിനിമ നടനാവണം, എഴുതുന്ന ആളാവണം. ഇതൊക്കെ ആരാണ് ഈ സിനിമയുടെ മെയിൻ എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിൽ അറിയില്ലല്ലോ. നമ്മുടെ മനസ്സിൽ നായകന്മാരാണ് ആദ്യം. അപ്പോൾ ആദ്യം അത് വിചാരിക്കും. പിന്നെ ഇതില്ല, സിനിമ ഉണ്ടാക്കുന്ന ആൾ വേറെ എന്നുണ്ട്. അപ്പം അങ്ങനെ സിനിമാക്കാരനാവുക എനിക്ക് ഓർമ്മ ഇല്ല. അതെപ്പോഴാണ് അങ്ങനെ ഒരു ടൈം എനിക്ക് കയറിയിട്ടുള്ളത് ഉള്ളിൽ എന്നുള്ളത് അങ്ങോട്ടുള്ളത് തന്നെയാണ്. എപ്പോഴാണ് നിന്നെ വേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത്? ഒരു സിനിമ ഒരു കഥ എഴുതാം, സിനിമ സീരിയസ് ആയിട്ട് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചൊരു സമയം ഉണ്ടാകും? സിനിമ തന്നെ സിനിമയിലോട്ട് തന്നെ കിടക്കണം എന്നുള്ളത് ഫസ്റ്റ് കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് സമ്മതിച്ചൊന്നുമില്ല. എന്നെ എഞ്ചിനീയറിംഗിനെ കൊണ്ടുവിട്ടു. എഞ്ചിനീയറിംഗ് ചേർന്ന് ഫസ്റ്റ് ഇയർ അങ്ങനെ പോയി. സെക്കൻഡ് ഇയർ ഈ പറഞ്ഞ കോർ സബ്ജക്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി ഇതൊന്നും നമുക്ക് നടപടി ആവില്ല. ഇതെങ്ങനെയൊക്കെ ഇവിടുന്ന് പാസ്സായി പോന്നു കഴിഞ്ഞാൽ വീട്ടിലത് അവതരിപ്പിക്കും. കാരണം എന്തായാലും ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യാൻ പോയി എന്തായാലും ഇത് പിടിക്കുന്നുള്ളൊരു 100% ഉറപ്പാന്നുള്ളത് മനസ്സിലായി ആ ക്ലാസ്സിലേക്ക് ഇരുന്നപ്പോൾ തന്നെ. അപ്പോൾ വീട്ടിൽ യുദ്ധം ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ആയപ്പോഴേ മനസ്സിലുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പോയിട്ടുള്ളത്. ഫൈനൽ ഇയറൊക്കെ കഴിയാറാവുന്ന സമയം അവിടെ ഒരു ഷോർട്ട് ഫിലിമൊക്കെ ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അത് പാളിപ്പോയി. കാരണം അന്നേരം ഷൂട്ടിംഗ് എന്താണെന്ന് കണ്ടിട്ടില്ല. ഇത് ഇങ്ങനെയൊന്നല്ല ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് മനസ്സിലാവേണ്ടത്. ഇങ്ങനെയൊന്നല്ല. 2 ദിവസം ഷൂട്ട് ചെയ്ത പരിപാടി വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഈ പറയുന്ന സപ്ലൈകൾ ഉണ്ടാവില്ല, അത് എഴുതിയെടുക്കാനുള്ള ഒരു ടൈം 1 വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ നാട്ടിൽ ഫ്രണ്ടിൻ്റെ കൂടെ ഷോർട്ട് ഫിലിം ചെയ്തു നമ്മൾ അതെങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിച്ചു. അപ്പോൾ മനസ്സിലായി ഓക്കെ ഷൂട്ട് ചെയ്ത് അവസാനിപ്പിക്കേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് മനസ്സിലായി. പിന്നെ അപ്പോൾ അതേപോലെ തന്നെ പിന്നെ പടപട 2-3 ചെയ്തു നോക്കി. ഒക്കെ പഠിച്ചു നോക്കുന്ന സംഭവങ്ങളാണ്. അങ്ങനെ ചെയ്തു. അപ്പോൾ ഓക്കെ പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ മെച്ചപ്പെട്ട ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്കി. പിന്നെ ഷോർട്ട് ഫിലിംസിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റൊക്കെ എഴുതിയിരുന്നത്. അപ്പോൾ സിനിമയ്ക്കുള്ള സ്ക്രിപ്റ്റ് കൂടെ അത് വെച്ചാൽ നമുക്ക് എഴുതാൻ പാനും പേപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. വേറെ എഡിറ്റ് ചെയ്യാനും ഇതിനൊക്കെയാണല്ലോ നമുക്ക് കാശ് ചിലവുള്ളത്. നമുക്ക് സോഫ്റ്റ്വെയർ എടുക്കണം, മറ്റേ ലാപ്ടോപ്പ് മേടിക്കണം എന്നൊക്കെ. ഇതൊരു പാനും പേപ്പറുണ്ടെങ്കിൽ നമുക്ക് ആരോടും പറയാണ്ടിരുന്നാൽ ശ്രമിക്കാം. അപ്പം അങ്ങനെ എഴുത്ത് തുടങ്ങിയത്. നമുക്കിപ്പോൾ എഡി ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെയ്ത് വെച്ച ഷോർട്ട് ഫിലിംസ് ഒന്നും കാണിക്കാൻ കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് അത് വെച്ച് നമുക്ക് എവിടെയും എഡി ആയിട്ട് ഡയറക്ടർ എടുത്ത് ചാൻസ് വയ്ക്കാൻ പറ്റൂല എന്നുള്ളതുകൊണ്ട് ഒരു ഫുൾ സ്ക്രിപ്റ്റ് എഴുതാം സിനിമയുടെ. അപ്പം അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഒരു 10-300 പേജൊക്കെ എഴുതി പോകുമ്പോൾ ഇവൻ വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവനാണെന്ന് മനസ്സിലാവുമല്ലോ. അതിൻ്റെ പേരിലേക്ക് എന്നെ എഡിയാക്കിയല്ലോ എന്നുള്ളതാണ് ഞാൻ ഫസ്റ്റ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. അത് ഒരു 2015 സിനിമ കണ്ടുപഠിക്കാണ്ട് ചെയ്തു പഠിച്ച ആളാണ്. ഇപ്പൊ ഈ അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടായിരുന്നു, പിന്നെ നടക്കൂല, അത് ആവില്ല എന്ന് മനസ്സിലാക്കി. പിന്നെ ഡയറക്ഷൻ നോക്കി അതിനും കുറെ സ്ട്രഗിൾ ചെയ്ത് വർഷങ്ങൾ എടുത്തു. ഇപ്പൊ ഭരതനാട്യം നോക്കുകയാണെങ്കിൽ അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടറിന്. അപ്പോഴുള്ള കോൺഫിഡൻസ് എന്താണ് ആസ് ആൻ ആക്ടർ, ആസ് ആൻ ഡയറക്ടർ? അല്ല, ഞാൻ ഈ ഷോർട്ട് ഫിലിംസിലൊക്കെ ഞാൻ തന്നെ അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊരു വേറെ ടാസ്ക് എന്നുള്ള പോലെ അത്ര വലിയ റോളൊന്നുമല്ലല്ലോ ചെയ്തിട്ടുള്ളത്. അഭിനയിക്കാൻ കഴിയുന്നുള്ളത് ആരും മോശം പറഞ്ഞില്ലല്ലോ. അല്ല, മോശം പറഞ്ഞിട്ടില്ല. അത് വലിയ ടാസ്ക് ആയിട്ട് തോന്നിയിരുന്നില്ല. പിന്നെ എനിക്ക് നല്ല ടീമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സീനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ബാക്കി ചെയ്യാൻ നമ്മുടെ ടീമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രശ്നം തോന്നിയിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇനിയുള്ള ഫ്യൂച്ചർ പരിപാടികൾ? അതെനിക്കും അറിയില്ല. അങ്ങനെ 1-2 സ്ഥലത്ത് 2 സബ്ജക്റ്റൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്, എഴുത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ എപ്പോൾ മെറ്റീരിയലൈസായി പ്രൊജക്റ്റായി വരും എന്നുള്ളത് അറിയില്ല. അത് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയല്ലേ. എന്തൊക്കെയായാലും ഞങ്ങളെ പോലെയുള്ള സിനിമ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെയുള്ള പുതിയ ആളുകൾ വരുന്നത്, പുതിയ ടൈപ്പ് ഓഫ് സിനിമകൾ കാണുന്നതൊക്കെയാണ് സന്തോഷം. ഇനി ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഞങ്ങൾക്ക് വേണ്ടി തരാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്.